സംഭവം അപ്പോൾ മഴയായിരുന്നു. അപ്പം മഴ തുടങ്ങിയ സമയമായിരുന്നു. അപ്പം ഇവിടെ എല്ലാവരും കഴിക്കാൻ വരുന്ന സ്ഥലമില്ല. അപ്പം അങ്ങനെ പെട്ടെന്നകത്തേക്ക് ഓടിക്കയറിയായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ഒരു മുടി കുഴുകി. അങ്ങനെ പെട്ടെന്ന് ഇവിടെ സ്റ്റാഫ് നമ്മളെല്ലാം കൂടെ നോക്കി, അത് അഴിക്കാൻ വേണ്ടി നോക്കി ആ ഷവായുടെ ആ ഒരു സംഭവം. അപ്പം അങ്ങനെ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നു. അവരും കുറച്ച് ശ്രമിച്ചു അത് അഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറ്റാത്തതുകൊണ്ട് പിന്നെ ആ ചേച്ചിയുടെ മുടി കട്ട് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ടൈം എടുത്തു അത് ശരിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. കുട്ടിക്ക് പരിക്കൊല്ലം പറ്റിയിട്ടുണ്ടോ? പരിക്ക് തലയുടെ ഒരു ചെറിയ സൈഡിലെന്തോ വേദന ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മുറിവായിട്ടൊന്നും കണ്ടില്ല പുറത്ത്. പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ അവർ പോയി. ഉച്ചയ്ക്കൊരു 12:15 തിരുവനന്തപുരം പാളയത്തുള്ള നൂർ മഹാൽ എന്ന ഹോട്ടലിന്റെ മുമ്പിൽ ഈ ഒരു അപകടം ഉണ്ടായത്. ആ സമയത്ത് നല്ല മഴ പെയ്യുകയായിരുന്നു. മഴ പെയ്യുന്ന സമയത്താണ് നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള അദീഷ്യ ഇങ്ങോട്ട് ഓടിക്കയറുന്നത്. ആ ഓടിക്കയറുന്ന സമയത്ത്, അതായത് മഴ പെയ്യുന്ന സമയത്താണ് ഈ റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഓടിക്കയറുന്നത്. ആ ഓടിക്കയറുന്ന സമയത്ത് ഈ കാണുന്ന ഇവിടെയാണ് ഈ ഷവായ് മെഷീനുള്ളത്. ഈ മെഷീനിൽ കുട്ടിയുടെ തലമുടി കുടുങ്ങുകയും, അതായത് ഇവിടെ കയറി നിൽക്കുന്ന സമയത്ത് കാലൊന്ന് തെന്നുകയും നേരെ തല വന്ന് ഈ മെഷീൻ്റെ ഭാഗത്തേക്ക് അടിക്കുകയായിരുന്നു. ആ മെഷീൻ അടിക്കുന്ന സമയത്ത് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് മുടി കുരുങ്ങിപ്പോയി. അതായത് ഇതേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തും. കുട്ടിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുടി ഇവിടെ ഉടക്കി പിടിക്കുകയും അത് അവിടെ പറ്റി പിടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് ഇവിടുത്തെ ഹോട്ടലിലെ സ്റ്റാഫും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് കുട്ടിയെ രക്ഷിക്കാനൊക്കെ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. കാരണം മൊത്തമായിട്ട് ആ കുട്ടിയുടെ മുടി ഇവിടെ ഉരുകി പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നതും. ഫയർഫോഴ്സ് ഒരു 12:30 ഫയർഫോഴ്സ് ഇവിടെ എത്തി. ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് ആദ്യം ഈ മുടി ഒന്ന് വലിച്ചൂരാനൊക്കെ ഫയർഫോഴ്സ് ശ്രമിച്ചു. പക്ഷേ അത് കഴിഞ്ഞില്ല. തുടർന്ന് അവർ മറ്റ് അപകടമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടിയുടെ മുടി മുറിച്ചു മാറ്റിയാണ് അദീഷയെ രക്ഷിച്ചത്. കുട്ടിക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല. കുറച്ചു നേരം ഇടിച്ചതിന്റെ ഒരു വേദന കുട്ടിക്കുണ്ടായിരുന്നു. പിന്നീട് ഇവർ നേരെ നിലമേലുള്ള വീട്ടിലേക്ക് മടങ്ങി എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം.